കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയി കഴിഞ്ഞ BEVAE 181 അഥവാ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന എക്സാമിൻ്റെ 50ഓളം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. എല്ലാ വട്ടവും അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത്. സോ ഈ ഒരു 50ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും കവർ ചെയ്യുന്നത്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ടൈറ്റിൽ ഓഫ് ദ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് ഈസ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻസ്: ഓഫ് കോമൺ ഫ്യൂച്ചർ, ലിമിറ്റ്സ് ടു ഗ്രോത്ത്, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ഗോൾസ് ആർ ദർ അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുള്ളതാണ്. 9, 15, 17, 8 എന്നുള്ളതാണ് ഓപ്ഷൻ. സോ നമ്മളിതിൽ ഓരോ രണ്ട് ചോദ്യങ്ങളും വായിച്ചു പോവുകയും അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുകയുമാണ് ചെയ്യുക. സോ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ളത് തന്നെയാണ്. നമുക്ക് മെറ്റീരിയൽസിൽ കാണാൻ സാധിക്കും. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് വരുമ്പോൾ പ്രധാനമായ 17ഓളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതവിടെ കൃത്യമായിട്ട് ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ലും ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് വരുമ്പോൾ ഡിറ്റർമിനിസം എന്ന ടേം ആരാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദ്യം. ഹൂ കോയിൻഡ് ദ ടേം ഡിറ്റർമിനിസം? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണോ, ഫ്രെഡറിക് റാറ്റ്സൽ ആണോ, ലൂസിയൻ ഫെബ്രോ ആണോ, വിഡൽ ഡെ ല ബ്ലാഷ് ആണോ? സോ ഓപ്ഷൻ ബ്ലാഷ് ആണ് പറയാൻ മതി. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ലാൻഡ് കമ്പോണന്റ് ഓഫ് ദ ബയോസ്ഫിയർ ഈസ് നോൺ ആസ്. ബയോസ്ഫിയറിലെ ലാൻഡ് കമ്പോണന്റിനെ പ്രത്യേകം എടുത്തു പറയുന്ന പേരെന്താണ്? അറ്റ്മോസ്ഫിയർ ആണോ, ലിത്തോസ്ഫിയർ ആണോ, എക്കോസ്ഫിയർ ആണോ, ഹൈഡ്രോസ്ഫിയർ ആണോ? സോ റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിറ്റർമിനിസം ആ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രെഡറിക് റാറ്റ്സൽ ആണ്. അതുപോലെ ലാൻഡ് കമ്പോണന്റ് ഓഫ് ദ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കീമോസിന്തറ്റിക് ബാക്ടീരിയ ആർ ഓട്ടോട്രോപ്സ് ആണോ, ഹെട്രോട്രോപ്സ് ആണോ, ഫാഗോട്രോപ്സ് ആണോ, സാപ്രോട്രോപ്സ് ആണോ? സോ കീമോസിന്തറ്റിക് ബാക്ടീരിയ എന്ത് ഒരു ടൈപ്പിൽ പെടുന്ന ഓർഗാനിസം ആണെന്നുള്ളതാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം ഇൻ ഇക്കോളജിക്കൽ സക്സഷൻ ഓഫ് ദ ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജ് ഈസ് നോൺ ആസ്. ഇക്കോളജിക്കൽ സക്സഷനിലേക്ക് വരുമ്പോൾ ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിറ്റി സ്റ്റേജ് അറിയപ്പെടുന്നത് ലൈക്കൻ സ്റ്റേജ് എന്നാണോ, മോ സ്റ്റേജ് എന്നാണോ, ഗ്രാസ് കമ്മ്യൂണിറ്റി എന്നാണോ, സെർ എന്നാണോ? സെറി എന്ന് പറയുന്നത് സെറി എന്നാണോ? അഞ്ചാമത്തെ ആറാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റിൻ്റെത് കീമോസിന്തറ്റിക് ബാക്ടീരിയ ആർ ഓട്ടോട്രോപ്സ്. അവർ ഓട്ടോട്രോപ്സ് ആണ്. അതുപോലെ ആറാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെറി എന്നുള്ളതാണ്. സോ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം ഇൻ സൾഫർ സൈക്കിൾ ദ മെയിൻ സൾഫർ റിസർവോയർ ഈസ് പ്രസന്റ് ഇൻ ദി. അപ്പോൾ സൾഫർ സൈക്കിളിലേക്ക് വരുമ്പോൾ പ്രധാന സൾഫർ റിസർവോയർ വോൾക്കാനിക് ഇറപ്ഷനിലാണോ, സൾഫർ ഡയോക്സൈഡിലാണോ, സോയിലാണോ, ഹൈഡ്രജൻ സൾഫൈഡിലാണോ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ദി ഫോറസ്റ്റ് മേപ്പിൾ, ബീച്ച് ആൻഡ് ഓക്ക് ട്രീസ് ആർ ഫൗണ്ട്. ഈ 3 ടൈപ്പ് മരങ്ങൾ കണ്ടുവരുന്ന വനം എന്ത് ടൈപ്പ് ഓഫ് വനമാണെന്നുള്ളതാണ് ചോദ്യം. ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിലാണോ ഈ മരങ്ങൾ കണ്ടുവരുന്നത്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിലാണോ, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റിലാണോ, അതോ കോണിഫറസ് ഫോറസ്റ്റിലാണോ? സോ 7th ആൻഡ് 8th ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 7th ക്വസ്റ്റ്യനിൽ സൾഫർ സൈക്കിളിലേക്ക് വരുമ്പോൾ സൾഫറിന്റെ ഏറ്റവും പ്രധാന റിസർവോയർ എന്ന് പറയുന്നത് സോയിൽ തന്നെയാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ 7th ക്വസ്റ്റ്യനിൽ. 8th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് മേപ്പിൾ, ബീച്ച് അതുപോലെ തന്നെ ഓക്ക് ട്രീസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ദ ഓർഗാനിസംസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു സ്റ്റെം ആർ. സ്റ്റെമ്മിനോട് അറ്റാച്ച് ആയിട്ട് വരുന്ന ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പെറിഫൈറ്റൺ ആണോ, പ്ലാങ്ക്ടൺ ആണോ, നെക്ടൺ ആണോ, ന്യൂസ്റ്റൺ ആണോ?
10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ബയോമാസ് പീക്സ് ഇൻ ദ മന്ത് ഓഫ്. ഗ്രാസ്ലാൻഡ് ഇക്കോസിസ്റ്റം ബയോമാസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മാസം അല്ലെ മാസങ്ങൾ ഏതാണ്, ആ പീരീഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ജാനുവരി ടു മാർച്ച് ആണോ, ഏപ്രിൽ ടു ജൂൺ ആണോ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആണോ, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ആണോ? റൈറ്റ് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ 9ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ദ ഓർഗാനിസംസ് വിച്ച് അറ്റാച്ച് ടു സ്റ്റെം ആർ കോൾഡ് പെറിഫൈറ്റഡ്. അതുപോലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ എന്ന ഫോർത്ത് ഓപ്ഷൻ ആണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ എക്സാമ്പിൾ ഓഫ് ലോട്ടിക് ഇക്കോസിസ്റ്റം ഇസ്. ഇപ്പൊ ലോട്ടിക് ഇക്കോസിസ്റ്റം അതായത് റണ്ണിങ് വാട്ടർ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഉത്തരം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ലേക്ക് ആണോ, റിവർ ആണോ, സ്വാമ്പ് ആണോ, പൂൾ ആണോ? ഇതാണ് 4 ഓപ്ഷൻസ്. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സോയിൽ വിച്ച് ഇസ് ലോ ഇൻ ഓർഗാനിക് മാറ്റർ ആൻഡ് ഫെർട്ടിലിറ്റീസ്. ഓർഗാനിക് മാറ്റർ ഏറ്റവും കുറവുള്ള എന്തെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുളവാക്കുന്ന തരം സോയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. റെഡ് സോയിൽ ആണോ, മൗണ്ടൻ സോയിൽ ആണോ, ഡെസേർട്ട് സോയിൽ ആണോ, സോയിൽ ഓഫ് ലോ ലൈങ് ആൻഡ് മാർഷി ലാൻഡ്സ് ആണോ? 11ഉം 12ഉം ചോദ്യങ്ങളുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 11ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു റണ്ണിങ് വാട്ടർ ഇക്കോസിസ്റ്റം ആണ്. റൈറ്റ് ആൻസർ റിവർ എന്നുള്ളത് തന്നെയാണ്. ഈ 12ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഓർഗാനിക് മാറ്ററും ഫെർട്ടിലിറ്റിയും ഏറ്റവും കുറവായി കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഡെസേർട്ട് സോയിൽ ആണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ്. സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ് ആയി കണക്കാക്കാൻ പറ്റാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? നോട്ട് എ സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ 1 പുൽ, 2 ബണ്ടിങ്, 3 മൾച്ചിങ്, 4 സോയിൽ മോയ്സ്ചർ കൺസർവേഷൻ. സോ ഇതിൽ ഏതാണ് സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ് ആയി വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. 14ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഫൈനർ പാർട്ടിക്കിൾസ് ഇൻ വേസ്റ്റ് വാട്ടർ ക്യാൻ ബി മെയ്ഡ് ടു സെറ്റിൽ ബൈ യൂസിങ്. വെള്ളത്തിൽ അല്ലെ വേസ്റ്റ് വാട്ടറിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ കണ്ടുവരുന്ന പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്, ക്ലോറിനേഷൻ, കോസ്റ്റിക് സോഡ. സോ 13th ആൻഡ് 14th റൈറ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത് 13th വരുമ്പോൾ കുൽ എന്നുള്ളത് നമുക്കറിയാം ഒരു സോയിൽ കൺസർവേഷൻ പ്രാക്ടീസ് അല്ല. ഓക്കെ, ഇനി 14th ക്വസ്റ്റിലേക്ക് വരുമ്പോൾ കോസ്റ്റിക് സോഡയാണ് വേസ്റ്റ് വാട്ടറിലെ ഫൈനർ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. മൂവിങ് ഓൺ ടു 15th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് അച്ചീവ്ഡ് ബൈ അഡീഷൻ ഓഫ് മാന്യൂസ്. മാന്യൂസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കാത്ത ഒരു കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇംപ്രൂവ്ഡ് കൊഹസീവ്നെസ് ഓഫ് സോയിൽ, ഡിക്രീസ് ഇൻ സോയിൽ salinity, ഇൻക്രീസ് ഇൻ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി, എ മോർ സ്റ്റേബിൾ അഗ്രിഗേറ്റ് സ്ട്രക്ചർ. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഈ ഒരു മാന്യൂസ് യൂസ് ചെയ്യുന്നത് മണ്ണിന് എത്രത്തോളം ഗുണകരമായുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതില് ഈ കൊടുത്തിരിക്കുന്നതിൽ മാന്യൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അച്ചീവ് ആവാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണമുള്ളൊരു കാര്യമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ വളരെ ഒരു നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിക്കുള്ളൊരു മാറ്റമാവണം എന്നും അത് മൊത്തം വേണ്ട കേട്ടോ. ഒന്നുകൂടെ പറയാം. 15ാമത്തെ ചോദ്യത്തിനോട് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അച്ചീവ്ഡ് ബൈ അഡീഷൻ ഓഫ് മാന്യൂസ് എന്നുള്ളതാണ് 15ാമത്തെ ചോദ്യം. അപ്പം ഈ മാന്യൂസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കാത്തൊരു കാര്യം എന്താണെന്നുള്ളതാണ്. സോ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാന്യൂസ് ആഡ് ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരിക്കാം ഉത്തരം. അവിടെ ഇംപ്രൂവ്ഡ് കോസ്റ്റീനെസ് ഓഫ് സോയിൽ, ഡിക്രീസ് ഇൻ സോയിൽ salinity, ഇൻക്രീസ് ഇൻ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി, മോർ സ്റ്റേബിൾ അഗ്രിഗേറ്റ് സ്ട്രക്ചർ എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ക്രൗൺ ഫയർ ടേക്സ് പ്ലേസ് ഇൻ. എവിടെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റീജിയനിലാണ് ക്രൗൺ ഫയർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡെൻസ് ഫോറസ്റ്റ് ആണോ, സാവന്ന ഫോറസ്റ്റ് ആണോ, തോൺ ഫോറസ്റ്റ് ആണോ, ഫോറസ്റ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് റീജിയൻ ആണോ? 15ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡിക്രീസ് ഇൻ സോയിൽ salinity എന്നുള്ളത് നമ്മൾ മാന്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നല്ല. സോ അഡീഷൻ ഓഫ് മാന്യൂസ് കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഡിക്രീസ് ഇൻ സോയിൽ salinity എന്നുള്ളതാണ്. ഇനി 16ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ക്രൗൺ ഫയർ ടേക്സ് പ്ലേസ് ഇൻ ഡെൻസ് ഫോറസ്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ, 17ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ടിവിറ്റീസ് ഫോറസ്റ്റ് ഡസ് നോട്ട് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ഫോറസ്റ്റ് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യാത്ത ഒരു കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ പല ചോദ്യങ്ങളും നോട്ട് വെച്ച് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാവരും തന്നെ കൃത്യമായി ഉത്തരം എഴുതിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓപ്ഷൻസിലേക്ക് വരാം.
സോയിൽ ഫോർമേഷൻ, വാട്ടർ കൺസർവേഷൻ, റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മോഡറേഷൻ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് എന്നുള്ളതാണ് 4 ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റിനെ സംബന്ധിച്ചുള്ള എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഇത് നമ്മുടെ മെറ്റീരിയലിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫോറസ്റ്റിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് നമുക്ക് എക്കണോമിക് സിഗ്നിഫിക്കൻസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നുള്ളത് നോക്കിയാലും മതിയാവും. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് നാച്ചുറൽ ഇക്കോളജിക്കൽ പ്രോസസ്സസ് എന്നുള്ളതാണ്. രണ്ടാമത്തത് മോഡറേഷൻ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് എന്നുള്ളതാണ്. മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിറൈവിംഗ് പ്രൊഡക്ട്സ് ടു ബി യൂസ്ഡ് ആസ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എന്നുള്ളതാണ്. 17ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളത് തന്നെയാണ്. ഫോറസ്റ്റ് കാര്യമായിട്ട് റോൾ എടുക്കാത്ത ഒരു കാര്യം എന്താണെന്നുള്ളതാണ് അതിൽ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളതിലാണ് ഫോറസ്റ്റിന് അങ്ങനെ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഇല്ലാത്തത്. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ആൻഡ് 18ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഡിറൈവിംഗ് പ്രൊഡക്ട്സ് ടു ബി യൂസ്ഡ് ആസ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ 18ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4 ആണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ആർ ഹയസ്റ്റ് ഇൻ നമ്പർ ഓൺ ദി എർത്ത്. സോ എന്ത് ടൈപ്പ് ഓഫ് സ്പീഷീസ് ആണ് ഭൂമി നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്? ബാക്ടീരിയ ആണോ, ഇൻസെക്ട്സ് ആണോ, വൈറസസ് ആണോ, പ്ലാന്റ്സ് ആണോ? ഇനി 20ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ബയോജിയോഗ്രഫിക്കൽ റീജിയൻ ഓഫ് ഇന്ത്യ സ്പീഷീസ് ആർ നോൺ ഫോർ ദെയർ എക്സ്ട്രാ ഓർഡിനറി ഇക്കോളജിക്കൽ അഡാപ്റ്റേഷൻ. അപ്പം ഈ ഒരു ഓരോ ഓർഗാനിസംസിന്റെ അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി വേറെ ആയിരിക്കും. അപ്പം ഏറ്റവും വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഈ ഒരു അഡാപ്റ്റേഷൻ്റെ എബിലിറ്റീസ് കൂടുതലായി കണ്ടുവരുന്ന ഒരു സ്പീഷീസ് അവരേത് ബയോജിയോഗ്രഫിക്കൽ റീജിയനിലാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഡെസേർട്ടിലാണോ, വെസ്റ്റേൺ ഗട്ട്സിലാണോ, ഹിമാലയാസിലാണോ, ട്രാൻസ് ഹിമാലയാസിലാണോ എന്നുള്ളതാണ്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 19ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ നമ്പർ 2 ഇൻസെക്ട്സ് ആണ് സ്പീഷീസ് ദാറ്റ് ആർ ഹയസ്റ്റ് ഇൻ നമ്പർ ഓൺ ദി എർത്ത് എന്നുള്ളതായിട്ട് വരുന്നത്. ഇനി 20ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഡെസേർട്ടിലെ സ്പീഷീസ് ആണ് അവരുടെ എക്സ്ട്രാ ഓർഡിനറി ഇക്കോളജിക്കൽ അഡാപ്റ്റേഷന് പേര് കേട്ടിട്ടുള്ള സ്പീഷീസ്. 21ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പ്ലാറ്റനോട്ടോമീസ് ആൻഡ് ദി സ്പൈനി ഡോർമോസ് ആർ ഫൗണ്ട് ഇൻ. ഇവ രണ്ടും കണ്ടുവരുന്ന റീജിയൺ ഏതാണ്? ദ ഡെക്കാൻ പ്ലെയിൻ, ദ ഡെക്കാൻ പെനിൻസുല, ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ദ വെസ്റ്റേൺ ഗട്ട്സ്, ദ ഐലൻഡ്സ്. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫാക്ട്സ് ഇസ് നോട്ട് കറക്റ്റ് റിലേറ്റഡ് ടു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നതിൽ താഴെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് പറയേണ്ടത്. എക്സ്ട്രീംലി റിച്ച് ഇൻ സ്പീഷീസ്, ഹൈ എൻഡമിസം, അണ്ടർ കോൺസ്റ്റന്റ് ത്രെറ്റ്, കവേഴ്സ് 5% ഓഫ് ദി എർത്ത് സർഫസ്. അപ്പോൾ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് പറ്റി പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 21ന്റെയും 22ന്റെയും ശരിയുത്തരങ്ങളിലേക്ക് വരുമ്പോൾ 21ൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ്, അല്ലെ വെസ്റ്റേൺ ഗട്ട്സിലാണ് പ്ലാറ്റനോട്ടോമീസും അതുപോലെ തന്നെ സ്പൈനി ഡോമോസും കണ്ടുവരുന്നത്. 22ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് 5% എർത്ത് സർഫസ് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 23ാമത്തെയും 24ാമത്തെയും ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളതാണ്. വിൻഡ് എനർജി, ആറ്റോമിക് എനർജി, സോളാർ എനർജി, ജിയോ തെർമൽ എനർജി. സോ ഇത് കൃത്യമായിട്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ഉത്തരം. 24ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ എ ഫ്യൂവൽ സെൽ ഇസ്. ഒരു ഫ്യൂവൽ സെല്ലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഹൈഡ്രജൻ ആണോ, നൈട്രജൻ ആണോ, വാട്ടർ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? ഉത്തരങ്ങളിലേക്ക് വരുമ്പോൾ 23ാമത്തെ ചോദ്യത്തിൽ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, ആറ്റോമിക് എനർജി, താഴെ കൊടുത്തിരിക്കുന്നതിൽ മൾട്ടിപ്പിൾ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഉണ്ട്. പക്ഷേ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആറ്റോമിക് എനർജിയാണ് നമ്മൾക്കൊരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് കണക്കാക്കാൻ സാധിക്കുക. കാരണം അത് റിന്യൂവബിൾ അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി 24ലേക്ക് വരുമ്പോൾ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ എ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം ദ ഫസ്റ്റ് ടൈഡൽ എനർജി പ്ലാന്റ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. മലയാളികളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരം തന്നെയാണ്. ആദ്യ ടൈഡൽ എനർജി പ്ലാന്റ്, ആദ്യത്തെ ടൈഡൽ എനർജി പ്ലാന്റ് എവിടെയാണ് സ്ഥാപിതമായെന്നുള്ളതാണ് ചോദ്യം. വിശാഖപട്ടണമാണോ, കൊച്ചിയാണോ, വിഴിഞ്ഞമാണോ, ചെന്നൈ ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഇനി 26ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ്.
സ്ലഡ്ജ് ഗ്യാസിൽ കൂടുതലായിട്ട് എന്താണ് കണ്ടുവരുന്നത്? ഏത് ഒരു മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഏതൊരു വാതകമാണ് കണ്ടുവരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് ആണോ, ഹൈഡ്രജൻ സൾഫൈഡ് ആണോ, മീഥെയിൻ ആണോ? 25ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. രാജ്യത്തെ ആദ്യത്തെ ടൈഡൽ എനർജി പ്ലാന്റ് സ്ഥാപിതമായിട്ടുള്ളത് വിഴിഞ്ഞത്താണ്. 26ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ, സ്ലഡ്ജ് ഗ്യാസിൽ കൂടുതലായി കണ്ടുവരുന്നത് മീഥെയിൻ ആണ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. 27ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻവേസീവ് സ്പീഷീസ് കോസസ് സ്കിൻ അലർജി? സ്കിൻ അലർജി കോസ് ചെയ്യുന്ന ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സ്വീറ്റ് പീ ആണോ, കോൺഗ്രസ് വീഡ് ആണോ, മെസ്ക്വിറ്റ് ആണോ, വാട്ടർ ഹയാസിന്ത് ആണോ? 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ? സെലക്റ്റീവ് ഡിസ്ട്രക്ഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് താഴെ കാണുന്നത് അല്ലെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിനാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക? ക്രൊക്കോഡൈൽസ്, ചീറ്റ, പാസഞ്ചർ പിജിയൻ, സീഗൾസ്. ആൻസേഴ്സിലേക്ക് വരുമ്പോൾ 27th, അതായത് സ്കിൻ അലർജി കോസ് ചെയ്യുന്ന ഇൻവേസീവ് സ്പീഷീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് ആൻസർ കോൺഗ്രസ് വീഡ് ആണ്. അതുപോലെ 28th ക്വസ്റ്റിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെലക്റ്റീവ് ഡിസ്ട്രക്ഷൻ എന്നതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പാസഞ്ചർ പിജിയന്റെ കേസ് ആണ്. 29ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആനിമൽസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ഹണ്ടിങ്? കൊമേഴ്ഷ്യൽ ഹണ്ടിങ്ങിന്റെ ഭാഗമല്ലാത്ത ആനിമൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. വീണ്ടും നോട്ട് എ പാർട്ട് ഓഫ് കൊമേഴ്ഷ്യൽ ഹണ്ടിങ്, അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഓഡ് വൺ ഔട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. വൈൽഡ് ആസ്, വെയിൽ, സ്നേക്ക്, ഡിയർ. 30ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻ സിതു കൺസർവേഷൻ മെത്തേഡ്? നമുക്ക് ഇൻ സിതു കൺസർവേഷൻ മെത്തേഡും ഉണ്ട്, എക്സ് സിതു കൺസർവേഷൻ മെത്തേഡും ഉണ്ട്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻ സിതു കൺസർവേഷൻ മെത്തേഡ് എന്നുള്ളതാണ് ചോദ്യം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ക്യാപ്റ്റീവ് ബ്രീഡിംഗ്, ട്രാൻസ്ലൊക്കേഷൻസ്, നാഷണൽ പാർക്സ്. അപ്പം 29th റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് വൈൽഡ് ആസ് എന്നുള്ളത് തന്നെയാണ്. 30th ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, അതായത് ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നാഷണൽ പാർക്സ് തന്നെയാണ്. 31ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രീഡോമിനന്റ്ലി ആൻഡ് ഇൻഡോർ പൊല്യൂട്ടന്റ്? ഇൻഡോർ പൊല്യൂട്ടന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ താഴെയുണ്ട്, അത് ഏതാണ്? ലെഡ് ആണോ, റാഡോൺ ആണോ, ഓസോൺ ആണോ, സിലിക്കൺ ആണോ? 32nd ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്? സെക്കൻഡറി പൊല്യൂട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഏതാണ്? സൾഫർ ഡയോക്സൈഡ് ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, ഹൈഡ്രോ കാർബൺസ് ആണോ, ഓസോൺ ആണോ? സോ 31st ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡോർ പൊല്യൂട്ടന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക റാഡോൺ ആണ്. അതുപോലെ തന്നെ 32nd ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 ഓസോൺ ആണ് വരുന്നത്. 33ാമത്തെ ചോദ്യം, ദ കെമിക്കൽ വിച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഈസ്? നമുക്കറിയാം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ട്രാജഡികളിൽ ഒന്നായിരുന്നു, കെമിക്കൽ ട്രാജഡികളിൽ ഒന്നായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ ഏത് കെമിക്കൽ മൂലമാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ഗ്യാസ് ആയിരുന്നു ലീക്ക് ആയത് എന്നുള്ളതാണ് ചോദ്യം. മീഥൈൽ ഐസോസൈനേറ്റ് ആണോ, മെഥിലീൻ ക്ലോറൈഡ് ആണോ, ട്രൈക്ലോറോ ഇഥിലീൻ ആണോ, DDT ആണോ? 34ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, MPN ടെസ്റ്റ് എന്നുള്ളത് എന്ത് ഡിറ്റക്ട് ചെയ്യുന്നതിനായിട്ടുള്ള ടെസ്റ്റ് ആണ്? വിബ്രിയോ കോളറയാണോ, എസ് സോണയാണോ, ഇ കോളയാണോ, ഷിഗല്ല, ബോയിഡി ആണോ? സോ ഇതിൽ എന്ത് ഡിറ്റക്ട് ചെയ്യുന്നതിനായിട്ടാണ് MPN ടെസ്റ്റ് നടത്തി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. 33ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ സമയത്ത് റിലീസായ വാതകം എന്ന് പറയുന്നത് മീഥൈൽ ഐസോസൈനേറ്റ് ആയിരുന്നു. അതുപോലെ 34ാമത്തെ ചോദ്യം, MPN ടെസ്റ്റ് എന്നുള്ളത് വെള്ളത്തിലുള്ള ഈക്കോളൈ ബാക്ടീരിയ കണ്ടെത്തുന്നതിനായിട്ടുള്ള ടെസ്റ്റ് ആണ്. 35ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ്?
ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. കണ്ടീഷനിങ് ആണോ, ലഗൂണിങ് ആണോ, ഡൈജഷൻ ആണോ, കമ്പോസ്റ്റിംഗ് ആണോ? ഇനി 36ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സലന്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ഡിസ്പോസൽ? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ വേസ്റ്റ് മിനിമൈസേഷന്റെയും ഡീടോക്സിഫിക്കേഷന്റെയും ഡിസ്പോസലിന്റെയും ഒരു എക്സലന്റ് മെത്തേഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഏതാണെന്നുള്ളതാണ്. ലാൻഡ്ഫിൽ ഡിസ്പോസൽ, ഡംപിംഗ് അറ്റ് സീ, അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ, ഇൻസിനറേഷൻ. സോ 35th റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ലഗൂണിംഗ് ആണ്. അതുപോലെ 36th ക്വസ്റ്റ്യന്റെ ഏറ്റവും ഒരു എക്സലന്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ഡിസ്പോസൽ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുക ഓപ്ഷൻ നമ്പർ 4 ഇൻസിനറേഷൻ ആണ്. 37ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ടെക്നോളജി യൂസ്ഡ് ഫോർ സ്ലഡ്ജ് പ്രോസസ്സിംഗ്? സ്ലഡ്ജ് പ്രോസസ്സിംഗിന് യൂസ് ചെയ്യാത്ത ടെക്നോളജി ഏതാണെന്നുള്ളതാണ് ചോദ്യം. നോട്ട് എ ടെക്നോളജി യൂസ്ഡ് ഫോർ സ്ലഡ്ജ് പ്രോസസ്സിംഗ് എന്നുള്ളതാണ് ചോദ്യം. ലഗൂണിംഗ് ആണോ, കണ്ടീഷനിങ് ആണോ, ഡൈജഷൻ ആണോ, സോൾഡിഫിക്കേഷൻ ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ്. 38ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? IPCCക്ക് നേതൃത്വം കൊടുത്ത അല്ല ഏതൊക്കെ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് IPCC പോലുള്ളൊരു സംഘടന ഉണ്ടായിട്ടുള്ളത്? UNDP and UNEP, WMO and UNDP, WMO and UNEP, UNDP and UNFCC. ഇതും കൃത്യമായിട്ട് മെറ്റീരിയലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ ചോദ്യങ്ങളും മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 37th ക്വസ്റ്റിന്റെ ആൻസർ ലഗൂണിംഗ് ആണ്. അതുപോലെ തന്നെ 38th ക്വസ്റ്റിന്റെ ആൻസർ WMO and UNEP എന്നുള്ളതാണ് കറക്റ്റ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 39ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദി 8 മിഷൻസ് ഓഫ് ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? NAPCCയുടെ ഭാഗമല്ലാത്ത ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ NAPCCയുടെ ഭാഗമായിട്ട് 8 മിഷൻ ഉണ്ട്. അതിൽ പെടാത്ത ഒന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നാഷണൽ ലിറ്ററസി മിഷൻ, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇനി 40ാമത്തെ ചോദ്യം ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ദിനം എന്നാണ്? 5th ജൂൺ ആണോ, 16th സെപ്റ്റംബർ ആണോ, 10th നവംബർ ആണോ, 7th ഏപ്രിൽ ആണോ എന്നുള്ളതാണ്. 39ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCCയുടെ ഭാഗമല്ലാത്ത അല്ല അതിന്റെ 8 മിഷൻസിന്റെ ഭാഗമല്ലാത്ത ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അത് നാഷണൽ ലിറ്ററസി മിഷനാണ്. ബാക്കി 3ഉം NAPCCയുടെ 8 മിഷൻസിൽ വരുന്നവയാണ്. 40ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഓസോൺ ദിനം ആചരിച്ചു വരുന്നത് 16th സെപ്റ്റംബറിനാണ്. 41ാമത്തെ ചോദ്യം ദ പ്രൊവിഷൻസ് ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വെയർ മെയ്ഡ് അണ്ടർ? അപ്പം ഇന്ത്യയുടെ ഭരണഘടനയിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തിരിക്കുന്ന പ്രൊവിഷൻസ് ഏതൊക്കെ ആർട്ടിക്കിളിന്റെ കീഴിലായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആർട്ടിക്കിൾ 45A ആൻഡ് 48A, ആർട്ടിക്കിൾ 21B ആൻഡ് 51A, ആർട്ടിക്കിൾസ് 27B ആൻഡ് 30A, ആർട്ടിക്കിൾസ് 48A ആൻഡ് 51A. അപ്പൊ ഇതിൽ ഏത് കീഴിലായിട്ടാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനിലെ പ്രൊവിഷൻസ് നിലവിൽ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. 42ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആനിമൽ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കൺസർവേഷൻ പ്രൊജക്ട് ഫോർ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഇൻ ഇന്ത്യ? അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ രാജ്യത്തേക്ക് വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നവയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്നവയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ പെടാത്ത ഒരു ജീവിയെ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഒരു ആനിമൽ എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഒരു കൺസർവേഷൻ പ്രൊജക്ടിന്റെ ഭാഗമല്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ. സോ അതേതാണെന്നുള്ളതാണ് ചോദ്യം. ക്യാമൽ, എലഫന്റ്, ലയൺ, ക്രോക്കഡൈൽ, ഇതാണ് ഓപ്ഷൻസ്. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആർട്ടിക്കിൾ 48A ആൻഡ് 51A എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിളിന് കീഴിലായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 42ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ എലഫന്റിന് നമുക്കറിയാം കൃത്യമായിട്ടുള്ള കൺസർവേഷന്റെ പ്രൊജക്ട്സ് ഉണ്ട്. ലയണിനും അതുപോലെ തന്നെ ക്രോക്കഡൈലിനും കൃത്യമായിട്ട് കൺസർവേഷൻ പ്രൊജക്ട്സ് ഉണ്ട്. ക്യാമലിനാണ് നിലവിൽ എൻഡേഞ്ചർഡ് സ്പീഷീസ് എന്നുള്ള രീതിയിലുള്ള കൺസർവേഷൻ പ്രൊജക്ട്സ് ഇല്ലാത്തത്. സോ ഓപ്ഷൻ A ക്യാമൽ ആണ് 42nd ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. 43ാമത്തെ ചോദ്യം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ പ്രത്യേകത അല്ല താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ,
പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ട്. സോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. 44ാമത്തെ ചോദ്യം, ദ സ്റ്റഡി ഓഫ് ദി കോസ് ഓർ ഒറിജിൻ ഓഫ് ഡിസീസസ് ഇസ് നോൺ ആസ്. അപ്പം ഒരു ഡിസീസിന്റെ ഒറിജിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡിസീസിന്റെ കാരണത്തെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ പറയുന്ന പേരെന്താണ്? എപ്പിഡമിയോളജി, ഏറ്റിയോളജി, പാരസൈറ്റോളജി, ഹെമറ്റോളജി. ആൻസേഴ്സിലേക്ക് വരുമ്പോൾ 43ാമത്തെ ചോദ്യം, ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്നുള്ളത് തന്നെയാണ്. 44ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ സ്റ്റഡി ഓഫ് ദ കോസ് ഓർ ഒറിജിൻ ഓഫ് ഡിസീസ് ഇസ് നോൺ ആസ് ഏറ്റിയോളജി ആണ് റൈറ്റ് ആൻസർ. 45th ക്വസ്റ്റിലേക്ക് വരുമ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ജിയോളജിക്കൽ ഹസാർഡ്? ജിയോളജിക്കൽ ഹസാർഡ് അല്ലാത്തത് ഏതാണെന്നതാണ് ചോദ്യം. ലാൻഡ് സ്ലൈഡ്സ്, അവലോൺസ്, എർത്ത് ക്വേക്സ്, ഹീറ്റ് വേവ്സ്. ഇതാണ് 4 ഓപ്ഷൻസ്. 46ാമത്തെ ചോദ്യം, സുനാമീസ് ആർ ഓൾസോ നോൺ ആസ്. സുനാമീസിന്റെ മറ്റൊരു പേര് സീസ്മിക് വേവ്, സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡ്, ടൈഡൽ കറൻസ് എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 45ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ, ജിയോളജിക്കൽ ഹസാർഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത് ഏതാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ 4 ഹീറ്റ് വേവ്സ് ആണ്. അതുപോലെ തന്നെ 46ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ 1 സീസ്മിക് വേവ്സ് എന്നാണ്. സീസ്മിക് സീ വേവ്സിനും സുനാമീസ് അറിയപ്പെടുന്നുണ്ട്. 47ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സൈലന്റ് വാലി ഈസ് എ നാരോ വാലി ഓഫ് ദി. ഏത് റിവറിന്റെ വാലി ആയിട്ടാണ് സൈലന്റ് വാലി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. പെരിയാർ റിവർ ആണോ, കാവേരി റിവർ ആണോ, കുന്തി റിവർ ആണോ, കൃഷ്ണ റിവർ ആണോ? 48th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വ്യൂ കൺസിഡേഴ്സ് നേച്ചർ ആസ് മദർ ആൻഡ് കനോട്ട് ബി ടേംഡ്? പ്രകൃതിയെ അമ്മയായിട്ടും അതുപോലെ ടീം ചെയ്യാൻ പറ്റാത്തൊരു ഫോഴ്സ് ആയിട്ടും താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വ്യൂവിലാണ് അല്ലെങ്കിൽ ഏത് പെർസ്പെക്റ്റീവ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വെസ്റ്റേൺ ആണോ, ഇന്ത്യൻ ആണോ, സിനിയാറ്റിക് ആണോ? ബോത്ത് വെസ്റ്റേൺ ആൻഡ് സിനിയാറ്റിക് ആണ്. സോ ആൻസേഴ്സിലേക്ക് വരുമ്പോൾ സൈലന്റ് വാലി എന്നുള്ളത് കുന്തി റിവറിന്റെ ഒരു നാരോ വാലി ആണ്. അതുപോലെ തന്നെ 48th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യൻ വ്യൂസ് പ്രകാരമാണ് നേച്ചറിനെ മദറായിട്ടും അതുപോലെ തന്നെ ടൈം ചെയ്യാൻ പറ്റാത്തൊരു ഫോഴ്സ് ആയിട്ടും കണക്കാക്കിയിട്ടുള്ളത്. സോ 47th ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 48th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ഇന്ത്യൻ എന്നുള്ളതാണ്. സോ നമ്മുടെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 49th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോൾഡിംഗ് മീറ്റിംഗ് ഇൻ ദ റിമോട്ട് ലൊക്കേഷൻ ടു മിനിമൈസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇസ് എ. അതായത് ആൾക്കാരുടെ ഇടപെടൽ കുറയ്ക്കുന്നതിനായിട്ടും പങ്കാളിത്തം കുറയ്ക്കുന്നതിനായിട്ടും വളരെ റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ജിയോഗ്രഫിക്കൽ ഇനീക്വിറ്റി ആണോ, എക്കണോമിക് ഇനീക്വിറ്റി ആണോ, സോഷ്യൽ ഇനീക്വിറ്റി ആണോ, പ്രൊസീജിയറൽ ഇനീക്വിറ്റി ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ എന്ത് ടൈപ്പ് ഓഫ് ഒരു അനീതിയാണ് അവിടെ നടക്കുന്നത്? 50ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വ്യൂ ടുവേർഡ്സ് നേച്ചർ വേ പ്രപ്പോസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ഓഫ് ഡോമിനേഷൻ? ഡോമിനേഷൻ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ പ്രകൃതിയിലേക്ക് വരുമ്പോൾ അതിനെതിരെ ഉണ്ടായാൽ അതിന് എതിരായിട്ട് വെക്കാൻ പറ്റുന്നൊരു വ്യൂ അല്ലെ ആ വ്യൂവിനെ എന്താണ് വിളിച്ചിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് വരാം. ഇക്കോ ഫെമിനിസം, ഇക്കോ സെൻട്രിസം, ബയോസെൻട്രിസം, ആന്ത്രോപോസെൻട്രിസം. ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ആൻസേഴ്സിലേക്ക് വരുമ്പോൾ 49th ക്വസ്റ്റിന്റെ ആൻസർ ഹോൾഡിംഗ് മീറ്റിംഗ് ഇൻ ദി റിമോട്ട് ലൊക്കേഷൻ ടു മിനിമൈസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ ഇനീക്വിറ്റി ആണ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഇനി 50ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വ്യൂ ടുവേർഡ്സ് നേച്ചർ വേ പ്രപ്പോസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ഓഫ് ഡോമിനേഷൻ? അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇക്കോ ഫെമിനിസം ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ്. നമുക്ക് പൊതുവെ ഇഗ്നോയിൽ വരുമ്പോൾ വളരെ കുറഞ്ഞ പേപ്പറുകൾക്കാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഈ പറഞ്ഞ രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടൊക്കെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ വരാറുള്ളത്. അപ്പം വളരെ അധികം ലേണേഴ്സ് ഒരു എലക്റ്റീവ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ BE-VAE 181 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ തന്നെയാണ്. അപ്പോൾ ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായിട്ട് നമ്മൾ അതിലെ പ്രധാന ക്വസ്റ്റ്യൻസും അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലേൺ വൈസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേൺ വൈസ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ലേൺ വൈസ് എനിക്ക് അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ്.
ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺവൈസിലെ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.